എനിവേസ് ഫസ്റ്റ് ഓഫ് ഓൾ വിഷ് യു വെരി ഹാപ്പി ന്യൂ ഇയർ. സത്യം പറഞ്ഞ ഈ ഒരു വ്ളോഗ് ഞാൻ ന്യൂ ഇയറിന്റെ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പനിയും ജലദോഷമൊക്കെ വന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. എനിവേസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് വന്നിട്ട് 31st-നും 1-നായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി ജസ്റ്റ് ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ കയറി എത്തിയ സമയത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, ഇനിയും ആൾക്കാർ വരാനുണ്ട്. പിന്നെ അവിടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് പഴംപൊരിയും കുറേ ബജ്ജികളൊക്കെ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു കപ്പ മീൻകറി കോംബോ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പഴംപൊരി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രോഗ്രാം കാണാനായിട്ട് അവിടെ പോയി ഇരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് വന്നിട്ട് സുദീപ് കുമാർ സാറുടെയാണ്. സാർ തന്നെയാണ് ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പോപ്കോണും പഞ്ഞിമുട്ടായി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കപ്പിൾസിന്റെ പാട്ട് വന്ന ശേഷം എല്ലാ കുട്ടികളും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അവിടെ ഇരുന്ന കുട്ടികളടക്കം അവിടെ പോയിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. ഈ കപ്പിൾസിന്റെ മേബി നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ബൈ ദ വേ എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ വന്നതുകൊണ്ട് സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അശ്വന്ത് പറഞ്ഞ ഏട്ടൻ്റെ പ്രോഗ്രാം ആയിരുന്നു. ആ ചേട്ടൻ ഓൺ ദി സ്പോട്ടിലാണ് കുറേ ആർട്ടിസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു 40 ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഡബ് ചെയ്തെടുത്തത്. അതും വെറും 9 മിനിറ്റ്സിലൊക്കെയാണ് ഈ ഏട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ലൈവായിട്ട് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ടി വിയിലേക്ക് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സ്പോട്ട് ഡബിങ് ഒക്കെ. ഇതൊക്കെ നേരിട്ടുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പ്രോഗ്രാമിന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്, കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം പോന്നോട്ടെ, എല്ലാം എന്റെ ചെലവ്, എല്ലാരും അടിച്ചു കയറി വാ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു, അവനൊരു കേസ് കൊടുക്കാൻ പറഞ്ഞു, നീ ചെയ്തില്ല. ഫേസ്ബുക്കിൽ അവനൊരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു, അതും നീ ചെയ്തില്ല. ഇതാണോ അതിന്റെ നടവ്? ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കൂടെ പഠിച്ച എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു സാർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഒരു പോലീസുകാരനും പറഞ്ഞില്ല. അതെന്നും ഇതിനെ തന്നെ കാപ്പാത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേ ഇല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ഇവിടെ പണമുണ്ടെങ്കിൽ എന്തും കിട്ടും, എന്നാൽ റെസ്പെക്ട് നമ്മളിൽ പണയുടെ നാളാണ്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം എടുത്തിട്ട് ഇനി പ്രോഗ്രാം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ ശേഷം എന്താ ന്യൂ ഇയറിന്റെ ടൈമറൊക്കെ ബാക്കിൽ റൺ ചെയ്യാൻ തുടങ്ങി. ന്യൂ ഇയർ ആണെങ്കിൽ ഇനി കുറച്ച് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇതാ 12 മണി ആയിരിക്കുകയാണ്. ന്യൂ ഇയറും ആയി, കുറേ പടക്കമൊക്കെ പൊട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഒരു പീസ് കേക്കെല്ലാം കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം.